കോൾ സെൻറ്ററിൽ നിന്ന്. ഇതെന്താ സംഭവം നമ്മൾ നോക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഫുൾ എറണാകുളത്തൊക്കെ നടന്നിട്ടും നമുക്ക് ആ ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. ലൈക്ക് ഈ ഒരു പനാരോമിക് സൺറൂഫ് എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെയാണ് ഫുള്ള് അങ്ങ് തുറന്നു പോകുന്നാൽ നമുക്ക് തോന്നും. പിന്നെ യാത്രാസുഖം MGയുടെ വണ്ടിക്ക് പറയാതിരിക്കാൻ മേല. ഇതിൻ്റെ യാത്രാസുഖം വേറെ ലെവലാണ്. ഇനിയിപ്പോൾ ഈ ലൈൻ അവൻ കൺട്രോൾ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടു, അവൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ. ഇന്ന് ഒരു 30 ലക്ഷം രൂപ താഴെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് നമ്മുടെ MGയുടെ ഇസറ CV എന്ന് പറയുന്നത്. അവരുടെ എക്സ്ക്ലൂസീവ് പ്രോ വേരിയൻ്റാണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. 460 കിലോമീറ്റർ ക്ലെയിംഡ് റേഞ്ച്, 50 kWh ബാറ്ററി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ടൈമിൽ മിനിമം ഒരു 300 അല്ലെങ്കിൽ ഒരു 350 കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നർത്ഥം. അവൻ്റെ ഏറ്റവും പുതിയ ലൈക്ക് അതിൻ്റെ ഏറ്റവും ഇപ്പോൾ ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെയാണോ എന്ന് എനിക്കറിയില്ല, ഒരു കുറച്ച് ഫീച്ചേഴ്സും ഒക്കെ അഡീഷണൽ ആഡ് ഓൺ ചെയ്തിറക്കിയതാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് പ്രോ എന്ന് പറയുന്ന വേരിയൻറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇത് ശരിക്കും ഒരു അപ്ഡേറ്റഡ് വേരിയൻറ്റ് വന്നായിരുന്നു. പഴയ വേരിയൻറ്റിനേക്കാളും കുറച്ചുകൂടെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പുതിയ വേരിയൻറ്റ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ ഡിസൈനിങ് കുറച്ചുകൂടെ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നമുക്ക് എയർ ഇൻടേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു ഫ്യൂച്ചറിസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടാണ് എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഡിസൈൻ പോയിരിക്കുന്നത്. ഇത് അഡാസ് ഉള്ള ഫീച്ചേഴ്സ് ആയതുകൊണ്ട് അഡാസിൻ്റെ റഡാസ് ലിഡാർ എല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ത്രൂ ഔട്ട് ആ ഒരു ബോഡിക്ക് ത്രൂ ഔട്ട് ചേർന്ന് പോകുന്ന കണ്ണെഴുതി എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ലാംപ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ, ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ സൈഡ് പ്രൊഫൈൽസിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് വീൽസാണ്, 215, അതായത് നല്ല അത്യാവശ്യം വീതിയുള്ള അത്യാവശ്യം ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ് ആണെങ്കിൽ നമ്മളിപ്പോൾ EVക്കകത്തൊക്കെ കാണുന്ന പോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അവൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ടയേഴ്സിൻ്റെ ഡിസൈൻസ് പോയിരിക്കുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ പഴയ വേരിയൻറ്റ് ഇതായിട്ട് വലിയ ചേഞ്ച് ഒന്നുമില്ല. അലോയ്സിന് ചേഞ്ച് വന്നിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ടിലത്തെ ഡിസൈനിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്കിലത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ലൈക്ക് ഇത് ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. MG അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് തന്നേക്കുന്ന വണ്ടിയാണ്, കേരളത്തിലും അല്ല. ഓക്കെ, ബാക്കിലാണെങ്കിലും ഒരു പിയാനോ ബ്ലാക്കും അതുപോലെ തന്നെ ഒരു റെഡിഷ് തീമുമാണ് പോയിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹുഡാണ്. ഇതാണ് ഇവർ വീട്ടിൽ സെറ്റ് ചെയ്യാൻ തരുന്ന ഹോം ചാർജർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇരിക്കും സാധനം. ഇത് നമ്മുടെ അവിടെ പ്ലേസ് ചെയ്യാം, അത്യാവശ്യം നല്ല പെർഫോമൻസിൽ ചാർജ് ആവും. ഇതാണ് എമർജൻസി ചാർജർ എന്ന് പറയുന്നത്. ഏതെങ്കിലും അതായത് വീട്ടിലത്തെ പവർ പ്ലഗ് കുത്തിയിടുന്നതും ഇത് അവിടെ നമുക്ക് ട്രാൻസ്ഫോമർ പോലെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറാണ്. അത് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല, ഇത് ഈ വണ്ടി ആയതുകൊണ്ട് അവർ തന്നു വിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ ബാക്ക് സ്പേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റിഷ് തീം ചേർന്നിട്ടാണ് അതിൻ്റെ ഒരു ബാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് പോയിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വണ്ടിക്ക് വരുന്നുണ്ട്. നമ്മൾ ബാക്കിലോട്ട് കയറുമ്പോൾ ഇതിൻ്റെ ബാറ്ററി പാനൽസ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. അതായത് നടുക്കായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇതിപ്പം സീറ്റ് ഏറ്റവും ഇറക്കിയിട്ടിരിക്കുന്നത്, എന്നിട്ട് പോലും ഇത്ര ലെഗ് റൂം വരുന്നുണ്ട്. താഴെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു USB അതുപോലെ തന്നെ മൈക്രോ USBക്കുള്ള പൊസിഷൻ വരുന്നുണ്ട്. ഇതാണ് ബാക്ക്. EVനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടബിൾ ആണ്, ഓക്കെയാണ്, നമ്മൾ ഓൾറെഡി റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം വേ ഓഫ് ഡെവലപ്മെൻറ്റ് ഡിസൈനിങ്ങുമാണ് പോയിരിക്കുന്നത്. അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റിംഗ് ഡെവലപ്മെൻ്റ് അല്ലെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. കയറിയിരിക്കുമ്പോഴും ആ ഒരു ഡ്യുവൽ ടോൺ, അതായത് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വൈറ്റിഷും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു സിൽവർ തീമുമാണ് ത്രൂ ഔട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഭയങ്കര ചൂടാണ്, AC ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു പനാരോമിക് സൺറൂഫ് എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെയാണ് ഫുള്ള് അങ്ങ് തുറന്നു പോകുന്നാൽ നമുക്ക് തോന്നും. അത്രയും വലിയൊരു സൺറൂഫാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അകത്ത് എന്താണ്, അല്ലെങ്കിൽ സാധാരണ ബോണറ്റിൻ്റെ അകത്ത് നമ്മൾ എഞ്ചിനാണല്ലോ കാണുന്നത്. ഇത് ബോണറ്റിൻ്റെ അകത്താണ് മോട്ടറിൻ്റെ സെറ്റപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആ കാണുന്നതാണ് മോട്ടർ. അതിൻ്റെ 2-3 കൺട്രോളേഴ്സും ബാക്കി യൂണിറ്റ്സും ഒക്കെയാണ് വരുന്നത്. ഇത് നോർമൽ ഓക്സിലറിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി. മെയിൻ ബാറ്ററി പാക്ക് നമ്മൾ പറഞ്ഞ പോലെ അണ്ടറിലാണ്. അത് നിങ്ങൾക്ക് കാണാതിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചു. ഇതാണ് മെയിൻ ബാറ്ററി പാക്ക് ഇരിക്കുന്നത്, കണ്ടോ. അഴിക്കേണ്ടി വന്നാലാണ് വണ്ടി ഇതിൽ കയറ്റേണ്ടി വരും, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ. ഓക്കെ, ഇത് വെയിറ്റ് ഉണ്ടോ ആക്ച്വലി വിട്ട്? അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി തോന്നുന്ന പിടിച്ചു വെയിറ്റുള്ള ഒരു ഹുഡാണ്. പിന്നെ ഇതാണ് നമ്മൾ സൺറൂഫൊക്കെ തുറക്കുമ്പോൾ ഈ ഒരു അപ്പിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ഇനി ഇതിവിടെ ഒന്ന് കഥ പറയാതെ നമുക്ക് ഡ്രൈവിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇവിടെ ഒരു പുഷ് ബട്ടണിലാണ് ഈ സിസ്റ്റം ഫുള്ള് റെഡിയാക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആനിമേഷൻ വരുന്നത്. കണ്ടോ, റെഡി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം.
നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ലോ സ്പീഡിൽ നമുക്ക് AC ഓൺ ആക്കിയേക്കാം. ഭയങ്കര ചൂടില്ല, ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു സെൻട്രൽ കൺസോൾ വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ബട്ടൺസ് ഉണ്ട്. അതായത് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സിലേക്ക് വീഴും, ന്യൂട്രലുണ്ട്, ഡ്രൈവ് ഉണ്ട്. ഇതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ന്യൂട്രൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പാർക്കിംഗ് ചെയ്യാൻ നമ്മൾ ഓഫ് ചെയ്യാൻ നേരത്ത്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൈക്ക് ഇതൊരു അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ക്യാമറയാണ് കേട്ടോ. ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യായിരുന്നു, പക്ഷേ എൻ്റെ ക്യാമറ കുറച്ച് ക്വാളിറ്റി കുറവാണ്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ അത് നാവിഗേഷൻ സിസ്റ്റം അതിൻ്റെ കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് വേണ്ട ആവശ്യമുള്ള ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യത്തില്ലായിരിക്കും, നമ്മൾ നോർമൽ നമ്മുടെ സാധാ സാധനമായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഇത് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ്, നമ്മൾ എത്രമാത്രം CO2 സേവ് ചെയ്തു, ലൈക്ക് ഒരു ഇത്രയും പൈസ മുടക്കി EV എടുക്കുന്നില്ല, അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു, അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് എവിടെയാണ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. AC-ൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, മ്യൂസിക്കിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് ഫുള്ളിൻ്റെ അകത്തുണ്ട്. വെഹിക്കിൾ സെറ്റിങ്സ്, അഡാസിൻ്റെ സെറ്റിങ്സ്, അഡാസ് ഉണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി അഡാസ് വരുന്ന മോഡലാണ്. നമ്മൾ വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട്, കൊലീഷൻ വാർണിംഗ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തോളും. അതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിയർ ഡ്രൈവ് അസിസ്റ്റ് വരുന്നുണ്ട്, ലെയിൻ അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. അത് നമുക്ക് ഓണാക്കി ഇടാം, ഓഫാക്കി ഇടാം, അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ട്രാഫിക് ജാം അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും തന്നെ ഇതിൻ്റെ അകത്ത് ഈ റഡാർ സിസ്റ്റം ഉള്ള മോഡലായതുകൊണ്ട് അതെല്ലാം ത്രൂ ഔട്ട് അതിൽ വരുന്നുണ്ട്. ഇവിടെ വയർലെസ് ചാർജറാണ് ഓഫ് കോഴ്സ്. ഇതിൽ നമുക്ക് 3 മോഡുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലേ. അതായത് 3 മോഡ്സാണ് വരുന്നത്. നമുക്ക് എക്കോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 400 സംതിങ് ആണ് പറയുന്നതെങ്കിലും എക്കോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 390 എന്നൊക്കെ ആയിരിക്കും റേഞ്ച് കാണിക്കുന്നത്. നോർമലിൽ 320, സ്പോർട്സ് മോഡിൽ ഇടുമ്പോഴത്തേക്കും ആ റേഞ്ച് അവിടെ വേരി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അഡാ സിസ്റ്റത്തിൻ്റെ. ഇവിടെ 3 ലിവർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവറാണ് നമ്മുടെ അഡാ സിസ്റ്റത്തിൻ്റെ ഉള്ളത്. ലെയിൻ, അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുക, ബാക്കി ഫീച്ചേഴ്സും ഒക്കെ ആ ഒരു സ്വിച്ച് കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവിടെ മറ്റേ ഓട്ടോമാറ്റിക് ഓൺ ഓഫ് അത് ഓഫ് ചെയ്യാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഹോൾഡറും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. യെസ്, ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഡ്രൈവിലേക്ക് ഇടാം. ആക്സലറേഷൻ ടെസ്റ്റ്, അതെല്ലാവരും ക്യൂരിയസ് ആയിരിക്കും. കാരണം EV ആണ്, ഇൻസ്റ്റൻറ്റ് പവറാണ്. മോനെ കിടക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചിയാണ്. നമുക്ക് സ്പോർട്സ് മോഡിൽ തന്നെ തുടങ്ങിയേക്കാം. എക്കോ ഒന്നും വേണ്ട, സ്പോർട്സ് മോഡിൽ തുടങ്ങിയേക്കാം. ബാക്കിലൊന്നും വണ്ടിയൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ചിലർ പറഞ്ഞായിരുന്നു ഞാൻ എന്തിനാ AC ഓഫ് ചെയ്യുന്നല്ലേ. AC ഓഫ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ട്. കാരണം ആവശ്യമില്ലാത്ത ലോഡ് അതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, ബാറ്ററിയുടെ ആണെങ്കിൽ പോലും. അപ്പം നമ്മൾ കേരളത്തിലല്ല, ഇവിടെ കയറ്റി ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഉണ്ട്. അത് ഏത് സ്പീഡിൽ നിന്നാണെങ്കിലും ഇതുണ്ടോ, ആ ഒരു രീതിയിലുള്ള ഒരു ടോർക്ക് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം പറയാം, അതിന് മുമ്പ് ലൈക്ക് 3 മോഡ് ഓഫ് റീജനറേഷൻ നമുക്കിടാം. ഈ ഗിയർ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അതനുസരിച്ചിട്ട് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാന്നുള്ള രീതിയിൽ 3 മോഡ് ഓഫ് റീജനറേഷനുള്ള സ്വിച്ച്, അതിൽ 3 മോഡ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ വലിയൊരു പാനറോമിക് ആയിട്ടുള്ള സൺറൂഫാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഗ്രിപ്പിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അത്രയും പവറാണ് വണ്ടിക്ക്, മാരകമാണ്. ആ ഒരു രീതിയിൽ ഇത് വണ്ടി നമുക്ക് പറന്ന് കയറിക്കോളും. അപ്പം നമ്മളിപ്പോൾ ആക്സിലറേഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ശരിക്കും ഇവരുടെ അഡാസ് വരുന്ന വേരിയൻ്റ് ആണല്ലോ. ഇവിടെ ലിവറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിർത്തി കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാനത് കാണിച്ചായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കത് ഓൺ ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതാണ് ഇവൻ്റെ മീറ്റർ വരുന്നത്. ഇതിന് ഞാൻ പറഞ്ഞാൽ കമ്പനി പറയുന്നത് 460 സംതിങ് ആണ് റേഞ്ച് പറയുന്നത്. പക്ഷേ അത്ര ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു 300 സംതിങ് അല്ലെങ്കിൽ ഒരു 250-300 കിലോമീറ്റർ എങ്ങനെ ഓടിച്ചാലും കിട്ടും. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ആക്സലേഷൻ ടെസ്റ്റ് ഇട്ട് കളിക്കുമായിരുന്നു. എന്നിട്ട് 90% ചാർജ് അവൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് വേറെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോഡ് മാറുന്നതനുസരിച്ചിട്ട് 3 മോഡുണ്ടല്ലോ, മോഡ് മാറുന്നതനുസരിച്ച് ഇവൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഫീലും വളരെയധികം വ്യത്യാസമാകുന്നുണ്ട്. ശരിക്കും എക്കോയിൽ ഇടുമ്പോൾ വളരെ കംഫർട്ടബിൾ. അത് നമുക്ക് ഒരു ഫിംഗർ കൊണ്ട് തന്നെ വണ്ടി ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ലൈറ്റ് ആവുന്നുണ്ട് ഇവൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. പിന്നെ EVക്ക് നോർമലി ഞാനന്ന് MG കോമറ്റ് EV എടുത്തുകൊണ്ട് പാലയ്ക്ക് പോയില്ലേ, അന്ന് എനിക്ക് ഭയങ്കര ഒരു റേഞ്ച് ആങ്സൈറ്റി ആയിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഫുൾ എറണാകുളത്തൊക്കെ നടന്നിട്ടും നമുക്ക് ആ ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. ലൈക്ക് ഇതിന് റേഞ്ച് ഉണ്ട്, ഇതിൽ അങ്ങനെ പെട്ടെന്ന് തീരുന്നൊരു സാധനമല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ എക്കോ മോഡിലാണ്
നോർമൽ സ്പോർട്സിലിട്ടപ്പോഴത്തേക്ക് തന്നെ വ്യത്യാസം കണ്ടല്ലോ. ഇത് ഇപ്പോൾ അവിടെ പച്ച കളർ അവൻ ലെയിൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. സ്പീഡ് കൂടുതലായിരുന്നു, സ്പീഡിൻ്റെ അകത്ത് വന്നു. ഇനിയിപ്പോൾ ഈ ലെയിൻ അവൻ കൺട്രോൾ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടു, അവൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? പക്ഷേ ഇതിൻ്റെ ലെയിൻ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് പിടിച്ചായിരുന്നതിനെ ഞാൻ മാറ്റിയില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ലെയിൻ അസിസ്റ്റൻസിന് ചെറിയൊരു ആക്യുറസി കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്തെങ്കിലും സെറ്റിങ്സ് മാറി കിടക്കുന്നതാണോ നിങ്ങളൊന്ന് പറ. ഇവിടെ കുറേ സെറ്റിങ്സ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിലൊക്കെ വരുന്നുണ്ട്. പിന്നെ എത്രമാത്രം CO2 ഞാൻ ഈ മാസം ലാഭിച്ചു എന്നൊക്കെ കാണാം. അതൊക്കെ കൈൻഡ് ഓഫ് ഒരു ഗിമിക്കി ഫീച്ചർ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ യാത്രാസുഖം MGയുടെ വണ്ടിക്ക് പറയാതിരിക്കാൻ മേല. ഇതിൻ്റെ യാത്രാസുഖം വേറെ ലെവലാണ്. ലൈക്ക് ഇവരുടെ സസ്പെൻഷൻസ് ആർ സോ ഗുഡ്. ലൈക്ക് MG കോമറ്റ് ഉൾപ്പെടെയാണെങ്കിൽ പോലും അതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര നല്ലതാണ്. ഇതുണ്ടോ, ലൈനിൽ തന്നെ അവൻ കീപ്പ് ചെയ്യുന്നുണ്ടോ? ചെറിയ രീതിയിലൊക്കെ അടി ഉണ്ടാക്കും, രണ്ട് വിട്ട് കളയും. ഇല്ല, ലൈന് കീപ്പ് ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇല്ല, പള്ളയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തോ സ്വിച്ചോ എന്തോ മാറിക്കിടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഇവൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് എന്താ പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിനുള്ളൊരു നല്ല രീതി തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓടിച്ചപ്പോൾ എനിക്ക് അതിനൊട്ടും പവറില്ലാത്ത പോലെ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതായിരുന്നു അതിൻ്റെ റീസൺ. ഇത് ചാട്ടം കണ്ടില്ല വണ്ടി, ലൈക്ക് ആ ഒരു പവറിൽ വണ്ടി നല്ല രീതിയിൽ അഗ്രസീവായിട്ട് തന്നെ ആക്സലറേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. ഫീച്ചർ വൈസ് ആണെങ്കിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ് വരുന്നത്, കംപ്ലീറ്റ് അഡാ സിസ്റ്റം ഉണ്ട്, കൊലീഷൻ വാർണിംഗ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. MG ആണ് അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ അസ്റ്ററിൽ. അത് ഞാൻ XUVയിൽ വന്ന് ലൈക്ക് അങ്ങനെ അല്ല, അവർ രണ്ടുപേരും ഏകദേശം ഒരു സമയത്താണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ സൂത്രമുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്ക് ഈ സ്റ്റാർ ബട്ടൺ, ഓക്കെ ക്രിസ്മസ് ഒക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ സ്റ്റാറിലൊന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ MGയുടെ ഒരു മെസ്സേജ് വരും. ദ മെസ്സേജ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകും. നമുക്ക് നോക്കാം എന്തെങ്കിലും റെസ്പോൺസ് വരുന്നുണ്ടോ എന്നുള്ള. സ്റ്റാറിൽ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും റെസ്പോൺസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് റെസ്പോൺസ് വരുമെന്ന് എനിക്കറിയില്ല. എനിവേസ് ലെറ്റ് സീ. പിന്നെ മീറ്ററിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഒരു കോൾ വരുന്നുണ്ട് കോൾ സെൻറ്ററിൽ നിന്ന്. ഇതെന്താ സംഭവം നമ്മൾ നോക്കുമ്പോൾ. ഹലോ ഹലോ. Good afternoon. This is Pooja calling you from MG Motor India. You have pressed the informative call button. How may I help you? Actually, this is part of a media review. We are just checking whether your system works. So thank you. Thank you for your time. MG Motor India, have a wonderful day. Sure. Bye. കണ്ട, നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്താൽ ഇല്ല ചേച്ചി എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ഇപ്പം എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടാണ് അവിടെ ഇരുന്നുണ്ട്. ഇവന് വേറെ പണിയില്ല, ഈ പണിയില്ലാത്ത സമയത്തെന്ന് പറഞ്ഞു. സോ ലൈക്ക് അതും അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം. പിന്നെ ഈ മീറ്റർ കൺസോളിൻ്റെ അകത്താണെങ്കിൽ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആണ് കേട്ടോ. ലൈക്ക് ടെക്കീസിന് വേണ്ടിയിട്ട് അതിൻ്റെ ചാർജ്, ടെക്കീസിനല്ല നമ്മളെല്ലാവരും ഇത് ഈ വീടുത്തെ ടെക്കിയാവും. അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, അതിൻ്റെ SOS ഇതുണ്ടോ, അതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്നുണ്ട്. എത്ര RPM-ലാണ് കറങ്ങുന്നത്, അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്, എല്ലാ വിധ സാധനങ്ങളും കാണാൻ പറ്റുന്ന ഒരു വലിയൊരു കമ്പ്യൂട്ടർ തന്നെ ഇതിൻ്റെ അകത്ത് പ്ലേസ്ഡ് ആണ്.